ഗുഡ് ഈവനിങ് ഓൾ. എൻലേൺ പ്രോഗ്രാമിന്റെ ക്വിക്ക് ലേൺ സീരീസിലെ നെക്സ്റ്റ് ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലവറിംഗ് എന്നുള്ള പോർഷനിലുള്ള ഒരു ചോദ്യവും അതുപോലെ തന്നെ മറ്റൊരു നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. സോ ഫസ്റ്റ് വൺ CSIR 2024 ജൂൺ ലാസ്റ്റ് എക്സാമിന്റെ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? In the classic ABCDE model of flower development, different combinations of ABCDE class genes result in different worlds of organs. Which of the following models would likely give rise to unisexual flower structures? അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. എന്താണ് യൂണിസെക്ഷൽ ഫ്ലവർ സ്ട്രക്ചേഴ്സ് തരുന്ന ഏത് റെപ്രസെന്റേഷൻ ആണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് റെപ്രസെന്റേഷൻ ആണ് യൂണിസെക്ഷൽ ഫ്ലവർ സ്ട്രക്ചേഴ്സ് നമുക്ക് തരുന്നത്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ABCDE മോഡൽ എന്താന്നുള്ളത് നോക്കാം. ABCDE മോഡൽ എന്ന് പറയുന്നത് കുറച്ച് റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫ്ലവറിന്റെ അല്ലെങ്കിൽ ഫ്ലോറൽ ഓർഗൻ ഐഡന്റിറ്റി ജീൻസിന്റെ ഒരു തിയറിയാണ്. അതായത് ഒരു ഫ്ലവർ ഫോം ചെയ്യണമെങ്കിൽ രണ്ട് കാറ്റഗറി ഓഫ് ജീൻസ് നമുക്ക് ആവശ്യമാണ്. ഒന്ന് ഫ്ലോറൽ മെരിസ്റ്റം ഐഡന്റിറ്റി ജീൻസും രണ്ട് ഫ്ലോറൽ ഓർഗൻ ഐഡന്റിറ്റി ജീൻസും. സോ ഈ ഫ്ലോറൽ ഓർഗൻ ഐഡന്റിറ്റി ജീൻസ് ഏതൊക്കെയാണ്, അവർ ഏതൊക്കെ ക്ലാസ്സുകളാണ് ഉള്ളത് എന്നുള്ളതിന്റെ ബേസിൽ രണ്ട് തിയറീസ് ആണ് മേജർ ആയി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. വൺ ഇസ് ABC മോഡൽ ഓഫ് ഫ്ലവറിംഗ്, നെക്സ്റ്റ് വൺ ഇസ് ABCDE മോഡൽ ഓഫ് ഫ്ലവറിംഗ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ABCDE മോഡൽ ഓഫ് ഫ്ലവറിംഗിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ABCDE മോഡൽ പ്രകാരം ക്ലാസ് A ജീൻസ്, ഓക്കെ, ക്ലാസ് A ജീൻസ് ടുഗെദർ വിത്ത് ക്ലാസ് E ജീൻസ്, അതായത് ക്ലാസ് A ജീൻസിൽ വരുന്ന ക്ലാസസ് ഓഫ് ജീൻസ് ആണ് എപ്പിറ്റാല 1 and 2, അതായത് AP1 AP2. ക്ലാസ് B ജീൻസിൽ വരുന്നതാണ് എപ്പിറ്റാല 3 പിസ്റ്റിലേറ്റ, AP3 PI. തേർഡ് വൺ എഗാമസ് AG എന്ന് പറയുന്ന C ക്ലാസ് ജീനും, ആൻഡ് E ക്ലാസ് ജീനിൽ വരുന്ന ആളാണ് സെപ്പലേറ്റ 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെപ്പലേറ്റ 4 എന്ന് പറയുന്നത്. അപ്പൊ ഈ സെപ്പലേറ്റയും ഈ സെപ്പലേറ്റ അല്ലെങ്കിൽ ക്ലാസ് E ജീന്റെ പ്രത്യേകത എല്ലാ ക്ലാസ് ഓഫ് ജീൻസിന്റെ കൂടെയും ടുഗെദർ എക്സ്പ്രഷൻ ചെയ്യാൻ കഴിവുള്ള ഒരു ക്ലാസ് ഓഫ് ജീൻസ് ആണ് ഈ ജീൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? A ക്ലാസ് ഉണ്ട്, B ക്ലാസ് ഉണ്ട്, C ക്ലാസ് ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. D നമ്മൾ ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ഡിയുടെ ഫംഗ്ഷൻ നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പൊ ഓർത്ത് വെക്കുക, A ക്ലാസ് ഉണ്ട്, B ക്ലാസ് ഉണ്ട്, C ക്ലാസ് ഉണ്ട്, E ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ E ക്ലാസിന്റെ പ്രത്യേകത എന്താണ്? എയുടെയും ബിയുടെയും സിയുടെയും കൂടെ ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു ക്ലാസ് ഓഫ് ജീൻസ് ആണ് E ക്ലാസ് ജീൻസ് അഥവാ സെപ്പലേറ്റ ജീൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സെപ്പലിന്റെ കോമ്പോസിഷൻ നോക്കുന്ന സമയത്ത് സെപ്പൽ എന്ന് പറയുന്നത് A ക്ലാസ് ജീൻസ് വിത്ത് E ക്ലാസ് ജീൻസ്, A+E ആണ് നമ്മുടെ സെപ്പൽ എന്ന് പറയുന്നത്. പെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? A+B+E ആണ്. ഓക്കെ, A+B+E ആണ് നമ്മുടെ പെറ്റൽ എന്ന് പറയുന്നത്. സ്റ്റേമൻ എന്ന് പറയുന്നത് B+C+E ആണ്. ഓക്കെ, സ്റ്റേമൻ എന്ന് പറയുന്നത് B+C+E ആണ്. ആൻഡ് കാർപ്പൽ എന്ന് പറയുന്നത് C+E ആണ് വരുന്നത്. ഇതാണ് അവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മാത്രമേ കിട്ടാവൂ എന്നാണ്. ഇപ്പൊ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മാത്രമേ കിട്ടാവൂ എന്ന് പറഞ്ഞാല് ഈ രണ്ട് വേർഡ്സിനെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? സെപ്പലും പെറ്റലും നമ്മളൊരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു പൂവിന്റെ കേസിൽ സെപ്പൽസ് പെറ്റൽസ് എന്ന് പറയുന്നത് അവരുടെ വെജിറ്റേറ്റീവ് പാർട്ടും സ്റ്റേമൻ കാർപ്പൽ എന്ന് പറയുന്നതാണ് അവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേമൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാർപ്പൽസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരം കണ്ടുപിടിക്കുന്നത് എന്താണ്? ഇത് സ്റ്റേമൻ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ കാർപ്പൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇനി ഈ പിക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആദ്യത്തെ പിക്ചർ നോക്കൂ. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ്. D ക്ലാസിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞിട്ടില്ല, കാരണം D ക്ലാസിനെ കുറിച്ച് അധികം സ്റ്റഡീസ് നടന്നിട്ടില്ല. നമ്മളെ ടെക്സ്റ്റ് ബുക്സ് പറയുന്നത് D ക്ലാസ് എന്ന് പറയുന്ന ജീന് ഓവ്യൂൾ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് തേസ് ആൻഡ് സൈഗർ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പിക്ചർ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു കേസിൽ യൂണിസെക്ഷൽ ഫ്ലവർ ആണോ ഫോം ചെയ്യുക? അല്ല. കാരണം എന്താ? A ക്ലാസ് E ക്ലാസും ചേർന്ന് സെപ്പൽ ഉണ്ടാക്കും. ഓക്കെ, A ക്ലാസ് B ക്ലാസ് E ക്ലാസ് ചേർന്നിട്ട് എന്തുണ്ടാക്കും? പെറ്റൽ ഉണ്ടാക്കും. പക്ഷെ B ക്ലാസ് C ക്ലാസ് E ക്ലാസ് ചേർന്ന്
എന്തുണ്ടാക്കും? സ്റ്റേമൻ ഉണ്ടാക്കും. സി ക്ലാസും ഇ ക്ലാസും ചേർന്നിട്ട് കാർപ്പൽ ഉണ്ടാക്കും. അപ്പൊ ഇതെന്താണ്? ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. അതേസമയം ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴും സെയിം കേസ്, ബിയും സിയും ഇയും ഒപ്പം വരുന്നുണ്ട്, സിയും ഇയും വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? യൂണിസെക്ഷൽ ഫ്ലവർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. എ ക്ലാസ് ജീൻസും ഇ ക്ലാസ് ജീൻസും കൂടി ചേർന്ന് നമുക്ക് എന്തുണ്ടാവുന്നു? സെപ്പല് മാത്രം ഉണ്ടാവുന്നു. ബി ക്ലാസ് ജീൻസും ഇ ക്ലാസ് ജീൻസും ചേർന്നാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. കാരണം എ ബി ഇ ഇത് ചേർന്നാൽ മാത്രമേ നമുക്ക് പെറ്റൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബി സി ഇ ചേർന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേമൻ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റേമൻ ഉള്ള സാധ്യതയില്ല, പെറ്റലിനുള്ള സാധ്യതയില്ല. പകരം ആർക്കുള്ള സാധ്യത ഉണ്ട്? സിയും ഇയും ഉള്ളത് കൊണ്ട് കാർപ്പല് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഈ സെക്കൻഡ് പിക്ചറിലുള്ള അതായത് അപ്പൊ ഇത് എന്താണ്? ഒരു ഫീമെയിൽ യൂണിസെക്ഷൽ ഫ്ലവർ ആണ് നമുക്ക് ബിയിലെ ആദ്യത്തെ കേസിൽ കാണാൻ വേണ്ടി പറ്റുക. ആൻഡ് ബിയിലെ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. എ ക്ലാസും ഇ ക്ലാസും ചേർന്നാൽ സെപ്പൽ ഉണ്ടായി. ബി ക്ലാസും സി ക്ലാസും ഇ ക്ലാസും ചേർന്നാൽ നമുക്ക് എന്തുണ്ടായി? സ്റ്റേമൻ ഉണ്ടായി. ബിയും എയും കമ്പൈൻ ചെയ്യാൻ സാധ്യതയല്ല, കാരണം ബിനെ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, സിയുടെ മേലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇതൊരു യൂണിസെക്ഷൽ ഫ്ലവർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ക്ലാസും ഇ ക്ലാസും ചേർന്ന് സെപ്പൽ ഫോം ചെയ്യുന്നു. ബി ക്ലാസും സി ക്ലാസും ഇ ക്ലാസും ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? പെറ്റൽ ഫോം ചെയ്യുന്നു, സ്റ്റേമൻ ഫോം ചെയ്യുന്നു. അപ്പൊ ഇതൊരു യൂണിസെക്ഷൽ കേസ് ആണ്. ഇനി ഈ ഒരു ക്ലാസ് നോക്കുന്ന സമയത്ത് നോക്കൂ, എ ക്ലാസും ഇ ക്ലാസും ചേർന്ന് സെപ്പൽ ഫോം ചെയ്യുന്നു. ബി സി ഇ ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്റ്റേമൻ ഫോം ചെയ്യുന്നു. പക്ഷെ സീനെ കംപ്ലീറ്റ് ആയിട്ട് ബി മറക്കുന്നുണ്ടോ? ഇല്ല. സോ എന്താണ്? കാർപ്പൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും ഇത് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. നമ്മൾ ബിയിൽ കണ്ട അതേ കേസ് ആണ് ഈ കേസ് വരുന്നത്. അതേസമയം ഇത് യൂണിസെക്ഷൽ അല്ല, ഇവിടെ നമ്മൾ കണ്ടില്ലേ ബൈസെക്ഷൽ ഫ്ലവർ ആണ് വരിക. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ രണ്ട് കേസും യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ABC മോഡൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വരച്ചു നോക്കുക, അവരുടെ എങ്ങനെയാണ് അവരെ കേസ് വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഡ്രോ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ള ഒരു പോർഷനിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. 2023 ഡിസംബർ ഫസ്റ്റ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ പ്രകാരം എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് anthropogenic activities contribute the most nitrogen to the global nitrogen cycle? Industrial production of fertilizers, nitrogen അതായത് NOx എന്ന് പറയുന്നത്, NO2 or NO3 production due to combustion of fossil fuels. Third statement, nitrogen fixation in soybean farms. Fourth statement, nitrogen fixation by cultivation of legumes. Okay, അപ്പോ ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ആന്ത്രോപോജനിക് ആക്ടിവിറ്റി വഴി എങ്ങനെയാണ് നമുക്ക് നൈട്രജന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ആന്ത്രോപോജനിക് ആക്ഷൻ വെച്ച് നൈട്രജന്റെ ലെവൽ കൂട്ടുന്നത്? അപ്പോ നൈട്രജന്റെ ബയോസിന്തസിസ് അല്ലെങ്കിൽ നൈട്രജന്റെ സൈക്കിൾ എന്ന് പറയുന്നത്, നമ്മൾ ആ സൈക്കിളിനെ പൊതുവെ കൺസിഡർ ചെയ്യാറ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്നാണ്. അപ്പൊ ഈ നൈട്രജന്റെയും ഫോസ്ഫേറ്റിന്റെയും ഒക്കെ നമ്മൾ അതിനെങ്ങനെ പറയാറ്? ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്നാണ് പറയാറ്. അപ്പൊ നൈട്രജന്റെ സൈക്കിൾ പ്രകാരം നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ N�triple എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ബോണ്ടോടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എന്താക്കി മാറ്റുന്നു? നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രേറ്റ് ആണ് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോം, അതായത് NO3- എന്നുള്ള ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാനാണ് നോക്കാറ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷന്റെ റേറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഒരു അനാലിസിസ് ഇത് ടെക്സ്റ്റിൽ കൊടുത്ത ടേബിൾ ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. പക്ഷെ നമ്മൾ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 90% എന്ത് വഴിയാണ് നടക്കുന്നത്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, അതായത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ്, ബാക്ടീരിയാസ്, അങ്ങനെ ലോവർ ഫോം ഓർഗാനിസംസ് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് വഴിയാണ് മെജോറിറ്റി ഓഫ് ദി നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നത്. അതേസമയം പിന്നീട്, അതായത്
അതാണ് ഏറ്റവും ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ. നമ്മളെ ഹേബർ പ്രോസസ് എന്നുള്ള പ്രോസസ് വഴി നൈട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിന്നീട് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ വഴി നമുക്ക് നൈട്രോജൻ അവൈലബിൾ ആവുന്നത്. ആൻഡ് ദെൻ നമ്മുടെ ലൈറ്റനിങ്, ഇടിമിന്നലിന്റെ സമയത്ത് നൈട്രോജൻ ഫിക്സേഷൻ നടക്കുന്നതൊക്കെയാണ് പിന്നീട് വരുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ റേറ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്ന ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഒറ്റൊരു വേർഡാണ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് എങ്ങനെയാണ് നൈട്രോജൻ സൈക്കിൾ അല്ലെങ്കിൽ ഏത് വിധേനയാണ് നൈട്രജന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് ഗ്ലോബലി. അപ്പോ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം അല്ലെ. പക്ഷെ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ആന്ത്രോപോജനിക് ആക്ടിവിറ്റി വഴി ഏത് മെത്തേഡ് വഴിയാണ് നൈട്രജൻ കോൺസെൻട്രേഷൻ കൂടുതൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ തേർഡ് ഫോർത്ത് ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നൈട്രജൻ ഫിക്സേഷൻ ഇൻ സോയാബീനും അതുപോലെ തന്നെ ലെഗ്യൂംസിലും മൈക്രോ ഓർഗാനിസംസ് ആണ് നൈട്രോജനെ ഫിക്സ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ബയോളജിക്കൽ നൈട്രോജൻ ഫിക്സേഷൻ എന്നാണ് ഈ രണ്ട് ഓപ്ഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന ഓപ്ഷൻസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതാണ് നമ്മുടെ ഹേബർ പ്രോസസ് എന്ന് പറയുന്നത്. ഹേബർ പ്രോസസ് ആണ് കറക്റ്റ് ആൻസർ വരിക. കാരണം ആന്ത്രോപോജനിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റി വെച്ചിട്ട് നൈട്രോജൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹേബേഴ്സ് പ്രോസസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ, ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ ഒക്കെ വരുന്നത്. നമ്മൾ ലൈറ്റനിങ് പിന്നെ നാച്ചുറൽ എഫക്റ്റ് ആണ്, പക്ഷെ അതിലൂടെ നൈട്രോജൻ ഉണ്ടാവുന്നതും വളരെ ലോ എമൗണ്ടിലാണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിലുള്ള ചില കീവേഡ്സ് ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയാണ് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത രണ്ട് ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഫ്ലവറിംഗിൽ നിന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്. നൈട്രോജൻ ഫിക്സേഷൻ ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.